ഹോളിവുഡ് ലെവൽ മേക്കിംഗ് ഫൈറ്റ് സീനൊക്കെ എടുക്കുന്ന അടിപൊളി പെർഫെക്ഷൻ ഉണ്ട്. വയലൻസ് പിന്നെ ഉണ്ടായിരുന്നോ അടിപൊളി. ഇതുവരെ ഇങ്ങനത്തെ ഒരു വയലൻസ് മലയാള സിനിമ കണ്ടിട്ടില്ല. അനിമൽ കില്ലിനേക്കാളും കൂടി അത് വയലൻസ് ആണ് ഹെവി. BGM പൊളിയായിരുന്നു. ഹെവി ആയിട്ട് പ്ലേ ചെയ്തെന്നല്ല, പക്ഷെ അത് പ്ലേ ചെയ്യുന്നിടത്തെല്ലാം പക്ക ഇമ്പാക്ട് ഉണ്ടായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നമസ്കാരം, പോപ്പിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബോളിവുഡിലും ഹോളിവുഡിലൊക്കെ കാണുന്ന രീതിയിലുള്ള മോസ്റ്റ് വയലന്റ് സിനിമ മലയാളത്തിൽ പരീക്ഷിച്ചിരിക്കുകയാണ് അനീഫ് അദാനി. റിലീസിന് മുന്നേ ഏറെ ഹൈപ്പ് ചെന്നിരിക്കുന്ന മലയാളത്തിലെ ഏറ്റവും വലിയ വയലൻസ് ചിത്രമായ മാർക്കോ ഇന്ന് റിലീസായിരിക്കുകയാണ്. ചിത്രത്തിൻ്റെ ആദിശ്യം കണ്ടിറങ്ങുന്ന പ്രേക്ഷകരുടെ അഭിപ്രായത്തിലേക്ക് നമുക്ക് പോകാം. നല്ല നല്ല ജോൺ വിക്ക് പോലത്തെ പടം അടിപൊളിയാണ്. ആക്ഷൻ പെർഫെക്റ്റ് ആണ്. യുണീക്ക് ഉണ്ണിമോഹൻ്റെ വെരി സൂപ്പർ. പടം അടിപൊളിയാണ്. വേറെ ലെവല് 6 വയലൻസ് പിന്നെ ഉണ്ടായിരുന്നോ അടിപൊളി. ഇതുവരെ ഇങ്ങനത്തെ ഒരു വയലൻസ് മലയാള സിനിമ കണ്ടിട്ടില്ല. കമ്പയർ ചെയ്യാൻ മലയാളത്തില് പിന്നെ ആദ്യമായിട്ടാ. അയ്യോ അടിപൊളി. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഈ ഒരു രക്ഷയില്ല. നമുക്ക് എടുത്ത് പറയേണ്ട സംഭവം. പിന്നെ KGF-ന്റെ ലെവലിൽ നിൽക്കുമോ? KGF-ന്റെ ലെവലിൽ നിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല. ജഗദീഷ് ഒക്കെ ശരിയെങ്കിലും ഗട്സ് ഉണ്ടെങ്കിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്കോർ ചെയ്തിട്ടുണ്ട്. നേരിട്ട് ഒരു ഉണ്ണിമോഹൻ മൺമൺ ഷോ ആണോ അതോ മറ്റേ എല്ലാവരും സ്കോർ ചെയ്തു. എല്ലാവരും സ്കോർ ചെയ്തു. പിന്നെ എങ്ങനെയുണ്ട് ബ്രോ പടം? നല്ലതായിരുന്നു. നല്ല പടമായിരുന്നു. എങ്ങനെയുണ്ട് ആക്ഷൻ കാര്യങ്ങൾ? ആക്ഷൻ സൂപ്പർ ആയിരുന്നു. നല്ല അൾട്രാ വയലൻസ് ആയിരുന്നു. കൊള്ളാം. നല്ല മൂഡാ. ആക്ഷനൊക്കെ പൊളി ആക്ഷൻ. വയലൻസ് ആണ് ഹെവി വയലൻസ്. എല്ലാവർക്കും ഷൈൻ, വില്ലന്മാർക്ക് നന്നായിട്ട് ഷൈൻ ചെയ്യാനുള്ള സീൻസ് ഉണ്ട്. എല്ലാവർക്കും സ്പേസ് ഉണ്ട്. സിദ്ദിഖൊക്കെ പൊളിയാണ്. അനീഫ് അദാനിയുടെ മേക്കിംഗ് എങ്ങനെയുണ്ട്? അനീഫയുടെ മേക്കിംഗ് തുടക്കത്തിൽ കുറച്ച് ഡ്രാമാറ്റിക് ഇമോഷണൽ സീൻസ് ഒക്കെ വർക്കായില്ല, പക്ഷേ സെക്കൻഡ് ഹാഫ് കൊളുത്തി. വെറും ഒരു ആക്ഷൻ മൂഡ് മാത്രമല്ല, അതിനകത്ത് ഫാമിലി കാര്യങ്ങളൊക്കെ ഫാമിലി ടച്ച് ഒക്കെ ഉണ്ട്. ഉണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് മാത്രമുള്ള എനിക്ക് ഇച്ചിരി ഇത് തോന്നി, പക്ഷേ ആക്ഷൻ സീക്വൻസ് വെച്ച് പിടിച്ചു തന്നിട്ട് സെക്കൻഡ് ഹാഫ് നല്ല ഇമോഷണൽ കണക്ഷൻ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. BGM പൊളിയായിരുന്നു. ഹെവി ആയിട്ട് പ്ലേ ചെയ്തെന്നല്ല, പക്ഷെ അത് പ്ലേ ചെയ്യുന്നിടത്തെല്ലാം പക്ക ഇമ്പാക്ട് ഉണ്ടായിരുന്നു. ബൂസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. വാച്ചബിൾ തന്നെ. അത് ഈ വയലൻസ് ഹെവി ആയതുകൊണ്ട് ഫാമിലീസ് കയറും എന്നുള്ള സംശയമുണ്ട്. കാരണം നല്ല നമുക്ക് പോലും കാണാൻ പറ്റാത്ത ലെവലിൽ വയലൻസ് ഉണ്ട്. കട്ട വയലൻസ് ഉണ്ട്. കീറിമുറിക്കൽ അതൊക്കെ തന്നെ. അല്ല, നമുക്കൊക്കെ പക്ക സെറ്റാണ്. നമുക്ക് ട്രീറ്റ് ആണ്. ആനിമൽ ലെവലിൽ അതൊരു വേറെ ടൈപ്പ് പടമാണ്. പക്ഷേ ഇത് മലയാളത്തിൽ സത്യം പറഞ്ഞൊരു ആനിമലാണ്. വൈൽഡ് ഫയർ. ഉണ്ണിമോഹന്റെ ഫസ്റ്റ് ഹാഫ് ഏറിയതാവുണ്ട്. BGM ഒക്കെ KGF-ന്റെ അത്രയൊന്നുമില്ല, എന്നാലും വയലൻസ് എല്ലാം ഉണ്ട്. പടം അത്യാവശ്യം ഉണ്ട്, കാണാൻ കൊള്ളാം. മേക്കിംഗ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. സെക്കൻഡ് ലീഡ് വെച്ചിട്ട് നിർത്തുന്നത്. അത്യാവശ്യം തിയേറ്റർ 100 കോടി പറയാൻ പറ്റത്തില്ല. ഇഷ്ടപ്പെടാമല്ലോ. നൈസ് മൂവിയാണ്. ബ്രൂട്ടൽ വയലൻസ്. അനിമൽ കില്ലിനേക്കാളും കൂടി അത് എന്റെ മോനോ ഹൈപ്പിനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടോ? ഹൈപ്പിനുള്ള സാധനമൊക്കെ ഉണ്ട്. ജഗദീഷൊക്കെ കൊള്ളാം, പക്ഷേ വില്ലൻ അടിപൊളി സീനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ജഗദീഷിന്റെ? അത് കണ്ടില്ല. സെൻസർ കട്ട് ചെയ്തൊന്നും അല്ല. മൂവി നൈസാ. കാണാനൊക്കെ ഉണ്ട്. കട്ട വയലൻസ്. മലയാള സിനിമ മൂവി ക്ലൈമാക്സ് രക്ഷയില്ല. മേക്കിംഗ് ഒക്കെ അടിപൊളി. ഹോളിവുഡ് ലെവൽ മേക്കിംഗ് ആണ്. ഫൈറ്റ് സീനൊക്കെ എടുക്കുന്ന അടിപൊളി പെർഫെക്ഷൻ ഉണ്ട്. ഒരു മലയാളത്തിന്റെ ഒരു വൈൽഡ് ഫയർ എന്ന് പറയാൻ. വൈൽഡ് ഫയർ നൈസാ. നല്ല ഹോളിവുഡ് ലെവലാ. അപ്പോൾ മാർക്കോ സിനിമ നിങ്ങൾ കണ്ടാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്താൻ മറക്കണ്ട.